പുതിയൊരു ബാക്ടീരിയയെ നമ്മുടെ കേരള സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. ആന്റിബയോട്ടിക് ഗവേഷണത്തിലും വ്യാവസായിക രംഗത്തുമൊക്കെ പ്രയോജനകരമാണ് ഈ ബാക്ടീരിയ. അതുകൊണ്ട് തന്നെ നമ്മുടെ സസ്യശാസ്ത്ര രംഗത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു വലിയ ശാസ്ത്രജ്ഞന്റെ പേര് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ആദര സൂചകമായി. നമ്മുടെ കേരള സർവകലാശാല ഒരു പുതിയ ബാക്ടീരിയയെ കണ്ടെത്തിയിരിക്കുകയാണ്. എക്സിഗോ ബാക്ടീരിയം എബ്രഹാമി. പേര് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പേര് പോലെ, എബ്രഹാം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പേര് പോലെ തോന്നുന്നുണ്ടാകും. അത് എങ്ങനെ വന്നു ആ പേര്, ആ ബാക്ടീരിയ എങ്ങനെ കണ്ടെത്തി, ഇതെല്ലാം നമുക്ക് വിശദമായി അറിയാം. ഇപ്പോൾ ഈ ബാക്ടീരിയ ഈ ഫ്രീസറിനുള്ളിൽ, ഇതിനുള്ളിലാണ് ഈ ബാക്ടീരിയ ഉള്ളത്. ഇതാണ് എക്സിഗോ ബാക്ടീരിയം എബ്രഹാമിക്ക എന്ന് പറയുന്ന പുതിയ ബാക്ടീരിയയുടെ കൾച്ചർ പ്ലേറ്റ് ആണിത്. എങ്ങനെയാണ് ഈ പേര് വന്നത്? പ്രൊഫസർ എബ്രഹാം വളരെ വിഷണറി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറും ഒരു അക്കാഡമിക്കും ആയിട്ടുള്ള ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഈ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത്. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് പാലോടുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരു പുതിയ ബാക്ടീരിയ കിട്ടുമ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ പേര് പ്രൊഫസർ എബ്രഹാമിൻ്റെ ആണ്. ഒരിക്കൽ തമിഴ്നാട്ടിലെ പിച്ചാവരം കണ്ടൽക്കാടുകളിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനിടെ പ്രൊഫസർ ഷിബുരാജ് ഒരു പിടി മണ്ണ് ശേഖരിച്ചു. പക്ഷെ അന്ന് ശേഖരിച്ച ആ മണ്ണിൽ ഒരു ബാക്ടീരിയ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതും വെറും ഒരു ബാക്ടീരിയ ആയിരുന്നില്ല, നല്ല യെല്ലോ കളറുള്ള ഒരു ബാക്ടീരിയയാണ് എക്സിഗോ ബാക്ടീരിയം എന്ന് പറയുന്ന ആ സ്ട്രെയിൻ. അത്ഭുതം വെച്ചാൽ ഈ ബാക്ടീരിയ വളരെ ഹാർഡായിട്ടുള്ള സോൾവൻസ് ആയ ഹെക്സൈൻ പോലെയുള്ള സോൾവൻസിൽ കൊടുത്തിട്ട് പോലും ഈ ബാക്ടീരിയ ചത്തുപോകുന്നില്ല. 4-5 പബ്ലിക്കേഷൻ നമുക്ക് ഇൻ്റർനാഷണൽ ജേർണൽസിൽ അത് വന്നു. എൻ്റെ അടുത്ത് ആദ്യം വന്ന സ്റ്റുഡൻറ്റ് സജിനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ബാക്ടീരിയ എൻ്റെ കയ്യിലുണ്ട്, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു 8ഓളം ഡിഫറെൻറ്റ് പ്രോട്ടീയസ് എൻസൈം ബാക്ടീരിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റി. അത് അനാലിസിസ് ചെയ്തപ്പോഴാണ് ശരിക്കും ഇതൊരു പുതിയ ബാക്ടീരിയ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അന്താരാഷ്ട്ര ശാസ്ത്ര പ്രസിദ്ധീകരണമായ ആന്റോണി വാൻ ലിവാൻഹോക്കിൽ ഇടം നേടി. പുതിയൊരു ബാക്ടീരിയയെ കണ്ടെത്തുമ്പോൾ എന്തിത്ര ആഘോഷിക്കാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ആഘോഷിക്കാനുണ്ട്, അതിന് കാരണങ്ങളുമുണ്ട്. ഏതാണ്ട് 3% മാത്രമേ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളോ വൈറസസുകളോ ഫംഗസുകളോ ലോകത്തുള്ളൂ. ഏതാണ്ട് 1500ഓളം ആൻറ്റിബയോട്ടിക്സ് എന്ന് നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിലുണ്ട്. ഇതെല്ലാം തന്നെ ബാക്ടീരിയത്തിൽ നിന്നും ഫംഗസിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബാക്ടീരിയത്തിൽ നിന്ന് പ്രോട്ടിയേസ് എന്നുള്ള എൻസൈമാണ് കൂടുതൽ കിട്ടുന്നത്. വേസ്റ്റ് ഡീഗ്രേഡേഷനും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ പ്രോട്ടിയേസ് ഒരു വാഷിംഗ് പൗഡറിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ വരുന്ന സ്റ്റെയിൻസ്, ക്ലോത്തിൽ വരുന്ന സ്റ്റെയിൻസ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ. കേരളത്തിലെ കണ്ടൽക്കാടുകളിലും മനുഷ്യരാശിക്ക് പ്രയോജനകരമായ ഒട്ടേറെ ബാക്ടീരിയകൾ ഉണ്ടാകും. അത് കണ്ടെത്താനുള്ള ഇടപെടലുകളാണ് സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടത്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് തത്സമയം. പ്രശാന്ത്, ഞാൻ ആ സ്റ്റോറി കണ്ടപ്പോൾ ആദ്യം തന്നെ വിചാരിച്ചത് എന്താ ഇങ്ങനെ ഒരു പേരെന്ന്. പിന്നെയാണ് മനസ്സിലായത് പ്രശസ്ത ശാസ്ത്രജ്ഞന് ആദരപൂർവ്വം നൽകിയതാണ് ആ ഒരു പേര് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു കണ്ടെത്തലിനെ കുറിച്ചാണ്. എന്തായാലും മലയാള ഗവേഷണ രംഗത്ത് വലിയൊരു നേട്ടം തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന, ഗവേഷണ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന വലിയൊരു നേട്ടം. പിന്നെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് നമ്മുടെ മലയാള ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം? ഹിമ, നമ്മൾ ഈ തത്സമയം വാർത്തകളിൽ മിക്കവാറും നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളൊരു അനുഭവമാണല്ലോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായാണ് ഒരു ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നത് തന്നെ. കാരണം ഞാൻ കൊമേഴ്സ് പഠിച്ച ആളാണ്. അപ്പോൾ ഒരുപാട് ബാക്ടീരിയകൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു മുറിക്കകത്ത് നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഒന്ന് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ബാക്ടീരിയ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. ബാക്ടീരിയയും വൈറസും ഫംഗസും എല്ലാം അടങ്ങിയ ഒരു ലോകത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഒരു അവസരത്തിൽ നിൽക്കാൻ സാധിച്ചു. അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. മാത്രമല്ല നമ്മുടെ കേരള സർവകലാശാലയുടെ, നമ്മുടെ സ്വന്തം സർവകലാശാലയുടെ, സംസ്ഥാനത്തിൻ്റെ എല്ലാം ഒരു കണ്ടെത്തലാണ് ഒരു പുതിയ ബാക്ടീരിയ. അപ്പോൾ ഒരു പുതിയ ബാക്ടീരിയ ഈ ശാസ്ത്ര സമൂഹം കണ്ടെത്തിയിരിക്കുന്നു. അത് നമ്മുടെ അഭിമാനമാണ്. മാത്രമല്ല അത് ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് ഗുണം ചെയ്യാൻ പോകുന്നത്. കാരണം പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഒരു വേസ്റ്റ് ഡീഗ്രഡേഷൻ, മാലിന്യ സംസ്കരണത്തിന്, അതുപോലെ തന്നെ ഈ വാഷിംഗ് പൗഡർ പോലുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം ഈ ബാക്ടീരിയയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എൻസൈംസ് എങ്ങനെ ഗുണപ്രദമാകും എന്നതാണ്. അപ്പോൾ തീർച്ചയായും അപ്പോൾ ഏതൊക്കെ രീതിയിൽ അത് പ്രയോജനപ്പെടുത്താം എന്നുള്ള റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാളാണ്. എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു ആ കാഴ്ചയിലൂടെ കണ്ടപ്പോൾ. അപ്പോൾ പ്രശാന്തും ആ ഒരു അനുഭവം തന്നെയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ എന്തായാലും മലയാള ഗവേഷണ രംഗത്ത് വലിയൊരു നേട്ടം തന്നെയാണ് ഈ ഒരു കണ്ടെത്തൽ.